പ്രൈസ് ലോർഡ്. ഹെഡ്മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാലപ്പത്തിന്റെ വീഡിയോ ആണ്. കുറെ നാളായിട്ട് പലരും ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാ. അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചരി. ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി തന്നെ എടുത്തേക്കുന്നേ. ഇതുപോലുള്ള അരിയാണ് എടുത്തേക്കുന്നേ. പൊതുവെ പാലപ്പം ഉണ്ടാക്കാൻ ഇഡലി റൈസ് ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിവിടെ ഇഡലി റൈസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കിട്ടാറില്ല. അപ്പൊ ഞാൻ സാധാരണ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ അരി കൊണ്ട് തന്നെയാണ് പാലപ്പം, വെള്ളയപ്പം എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്റെ ഗ്ലാസ് നിങ്ങൾ അളവ് കണക്കാക്കണ്ട, ഞാൻ കറക്റ്റ് മെഷർ പറഞ്ഞു തരാം. ഈ 3 ഗ്ലാസ് അരിക്ക് ഞാൻ അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് നിറച്ചാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. വെറുതെ അങ്ങ് നിറച്ചാൽ പോരാ, നന്നായിട്ട് അമക്കി തന്നെ 1 ഗ്ലാസ് വേണം. പിന്നെ തിരുമിയ തേങ്ങയുടെ കണക്ക് പറയുന്നത് 3/4 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3/4 തേങ്ങ എന്ന് കണക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ തേങ്ങയുടെ പീരയിൽ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് ഗ്ലാസ് തന്നെ അളവ് കാണിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് നിറച്ച് അമക്കി വെക്കണം തേങ്ങ, നിറച്ച് തേങ്ങ. അപ്പൊ നിങ്ങൾ ഏത് ഗ്ലാസ്സിന് എടുക്കുന്നോ ആ ഗ്ലാസ് തന്നെ തേങ്ങയ്ക്കും അളവെടുക്കുക. ഇത് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങാ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഒരു 4 മണിക്കൂറായി ഇട്ട് വെച്ചിട്ട്. ഞാൻ വെള്ളയപ്പത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ ചിലരെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തേങ്ങാ വെള്ളം ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെയുള്ളവർക്ക് സാധാ വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി ഒരു 1/2 മണിക്കൂർ കലക്കി വെച്ചിട്ട് അതിനകത്ത് അരിയും തേങ്ങയൊക്കെ അരച്ചെടുത്താലും മതി. തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ച് ഒരു 3-4 മണിക്കൂർ വെച്ച ശേഷം അത് നമുക്ക് അരി അരയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് അപ്പത്തിന് എത്രയും മധുരം വേണോ അത്രയും ചേർക്കാം. പക്ഷെ കൂടുതൽ മധുരം വേണ്ട, നമ്മൾ കറി ഒഴിച്ചല്ലേ കഴിക്കുന്നേ. അപ്പൊ അതിനനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അങ്ങനെ ഇട്ടാ മതി. അപ്പൊ ഞാനിപ്പോ ഈ അരിയും തേങ്ങയും ഒരുമിച്ചിട്ടാണ് അരയ്ക്കുന്നത്. കണ്ടോ, നല്ല ഒരു ഗ്ലാസ് ഉണ്ടേ. കണ്ടോ പൊടിച്ചിട്ടപ്പോ എത്രയുണ്ടെന്ന്. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടാണ് നമുക്ക് അരയ്ക്കേണ്ടത്. അരയ്ക്കാൻ നമുക്ക് ആ തേങ്ങാ വെള്ളം യൂസ് ചെയ്യാം. നമ്മളിത് ഈസ്റ്റും തേങ്ങാ വെള്ളം ചേർക്കുന്നത് കൂടാതെ കപ്പി കാച്ചുന്നുണ്ടേ. അപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അരിയും തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കപ്പി കാച്ചണം. അതിനുവേണ്ടി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും 1 തവി മാവ് ഇങ്ങോട്ട് ഒഴിക്കാം. 1 തവി മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം, ഈ സാധാ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഇത് മൊത്തം പറ്റി നല്ല കട്ടിയാവണം. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ, അത് അടിക്ക് പിടിക്കരുത്. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം തീ കൂട്ടിയായിട്ടിരുന്ന, ഇപ്പം തീ ഒന്ന് കുറച്ചു. ഇപ്പൊ കുറുകിയിട്ടുണ്ട്. ഈ പരുവം മതി. നന്നായിട്ട് കുറുകിയിട്ടുണ്ടേ. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതൊന്ന് തണുത്ത ശേഷം, അതായത് ഒരു ഇളം ചൂടോടെ നമുക്ക് ഇതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും 1, 2, 3 എത്രന്ന് വെച്ചാൽ കുറച്ച് മാവൂടെ എടുത്ത്, നമ്മുടെ ജാറിന്റെ കപ്പാസിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ അടിച്ചെടുക്കണം. കാരണം ഇത് മാത്രമായിട്ട് നമ്മള് പഞ്ചസാര ഇതും മാത്രമായിട്ട് അരച്ചെടുത്താല് അത് അരഞ്ഞ് നന്നായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് 2 സ്പൂൺ മാവും ഇതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ജാറിലിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം. കാരണം ഇത് ഡയറക്റ്റ് ഇട്ട് നമ്മുടെ മാവിലിട്ട് ഇളക്കിയാൽ നന്നായിട്ട് ഇളക്കി യോജിക്കില്ല, അത് കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് മാവ് കൂടെ ചേർത്ത് നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുന്നത്. കുറച്ച് കപ്പി കാച്ചിയതും കുറച്ച് മാവും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തതാണ് ഇത്. നമുക്ക് ഇതിനകത്തോട്ട് യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കണം. മാവ് ഒഴിച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കണം, തൂകി പോവരുത്. കുറഞ്ഞത് 6-7 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാനായിട്ട് വെക്കണേ. ഇനി വിദേശത്തുള്ളവരാണ്, പുളിക്കുന്നില്ല, ക്ലൈമറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാവ് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി വെച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ലൈറ്റ് ഇട്ടിട്ട് അതിനകത്താക്കി വെച്ചാലും മതി, നന്നായിട്ട് പുളിച്ചു കിട്ടും. ഇപ്പൊ 6-7 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്.
ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇതാണ് മാവിന്റെ പരുവം. ഒത്തിരി മാവ് കട്ടി വേണ്ട, ലേശം ലൂസായിട്ടിരുന്നോട്ടെ. നമ്മൾ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്, അപ്പൊ ഉപ്പ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവേ. ഇനി നമുക്കിത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെ അപ്പച്ചട്ടി റെഡി ആയിട്ടുണ്ട്. ചൂടായെന്ന് പറയാൻ ലേശം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്താലും മതി. അപ്പൊ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും മാവ് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി വേണേ ഒഴിക്കാൻ. ഇനി നമുക്ക് മാവ് ഒഴിക്കാം. ഞാൻ 1 സ്പൂണും ലേശം കൂടെ. ഇനി ഇത് നന്നായിട്ട് കറക്കിയെടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. തീ കൂട്ടിയിടണ്ട, തീ കുറച്ചിട്ടാ മതി. അപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും, അകം നന്നായിട്ട് വേവത്തുമില്ല. നമ്മളിത് തിരിച്ചിടുന്നില്ലല്ലോ. മീഡിയം തീയിൽ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മതിയേ ഇത് വേവാൻ. ഇപ്പൊ നമ്മൾ മാവ് ഒഴിച്ചിട്ട് 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. എടുത്തു മാറ്റാം. കണ്ടോ, ഒത്തിരി കട്ടിക്ക് ഉണ്ടാക്കണ്ടേ. മാവ് നിങ്ങൾ ആദ്യം ഒഴിക്കുമ്പോൾ ഒരളവ് നിങ്ങൾക്ക് കിട്ടും, അതനുസരിച്ച് പിന്നീട് ഒഴിച്ചാൽ മതി. പിന്നെ ചിലപ്പോ നടുക്ക് ഇതുപോലെ കുറച്ച് മാവ് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്കി കഴിഞ്ഞിട്ട് ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ. നിങ്ങൾ കാസറോളിലാണ് അപ്പം ഇട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചുട്ട ഉടനെ ചൂടോടെ അതിനകത്ത് അടുക്കി വെക്കരുത്. ഇത് അപ്പം ചുട്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് അത് തണുത്ത ശേഷം കുറച്ചൊന്ന് തണുത്ത ശേഷം വെക്കാവൂ, അല്ലെങ്കിൽ ആവി കൊണ്ട് അപ്പം ഒട്ടിപ്പോവും. ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ അപ്പം ഒരു പാത്രത്തിലിടും, രണ്ടാമത്തെ പാത്രത്തിലിടും. അതൊന്ന് തണുത്ത ശേഷമേ ഒരു പാത്രത്തിലാക്കി അടുക്കി വെക്കത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് വെന്തോന്ന് മനസ്സിലായില്ലെന്നുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാലും മതിയേ. നടുക്കത്തെ ആ മാവ് നല്ല സോഫ്റ്റാ, കണ്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. ഞാനിനി വേറെ ഒരപ്പം കാണിച്ചു തരാം. മാവ് ഒരു 1.5 തവി ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഇപ്പൊ എന്തോ പോലെ തോന്നുന്നു. പൂവപ്പം. എന്നിട്ട് അടച്ചു വെക്കാം. നമ്മുടെ ഈ അപ്പം വേവാൻ ഞാൻ പറഞ്ഞില്ലേ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്, ഇത്രയും സമയം മതിയേ. അപ്പൊ നമ്മുടെ പൂവപ്പവും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ പൂവിന് കുറെ കൂടി ഇതള് വരുത്താം. മാവ് ഒഴിക്കാം. മുമ്പോട്ട്, പുറകോട്ട്, നടുക്കോട്ട്, പിന്നെ ഇങ്ങോട്ട്, ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, ഇങ്ങനെ, ഇങ്ങനെ. ഇപ്പൊ നല്ല പൂവായി. ഇനി അടച്ചു വെക്കാം. ഇപ്പൊ ഇതും റെഡിയായി. ഇതിനെ മാറ്റാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കുക. ഞാൻ ബാക്കിയുള്ളതൂടെ റെഡിയാക്കി എടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ പാലപ്പം, പൂവപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു. ഇല്ല, കുഴപ്പമില്ല. വേവുന്നില്ലേ? അവിയലിനകത്തിടുവോ? കപ്പയ്ക്കകത്തിട്ട് പുഴുങ്ങോ? ആ, ഇത് മതിയോ? നല്ലതില്ല. ആ, മതിയമ്മേ. അതിൻ്റെ അറ്റം ഞാൻ കണ്ടിച്ച് കളഞ്ഞ് ബാക്കി എടുത്തോളാം. ഇത് മതിയോ? ചെയ്തൊക്കെ അല്ല, ഇത് മതിയെന്നേ. ഇതിൻ്റെ അറ്റം ചെത്തിയത് മതി. വിറക് വരാം. ഇതൊക്കെ എന്തി ഷീറ്റ് അടിക്കുന്ന ഇതൊക്കെ ബാത്റൂമിൽ ആണോ? ഇത് വിളഞ്ഞു നിൽക്കുക. ഭയങ്കര എരിയമ്പളമാ ഇത്. കറുകറാന്ന് നിൽക്കുന്നു. അവളെന്തോ വല്ലതും പറഞ്ഞു കിട്ടോ? ഇല്ല. പുളി നിനക്ക് കിട്ടിയോ? ഇല്ല, പുളി വേണോ എനിക്ക്? കുരുമുളക് വേണം. വാളംപുളി ഇല്ലല്ലോ. അവിടെ ഉണ്ടോ? ഇല്ല, അവിടെയിലും ഇല്ല വാളംപുളി. തോട്ടുപുളിയേ ഉള്ളൂ. കറുകറാ നിൽക്കുന്നു. ഇത്രയും കറുത്ത മുളക് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ വയലിൽ സംസാരമൊക്കെ അവരും ഇത് വെച്ചോമ്മേ. റബ്ബറ് വയല് എല്ലാം വെച്ച് വെച്ചോ. കുഞ്ഞിനെ ഓമയ്ക്ക, നല്ല ഓമയ്ക്ക. തോട്ടി വെള്ളം ഉണ്ടോ? ഓ, ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ പഴയ പേര. അതിന്റെ മൂട്ടി ഇരുന്ന് തിന്നുമായിരുന്നു. അതൊക്കെ ഇനി സ്വപ്നം കണ്ടു. കറുകപ്പട്ട ഇല്ലേ ഇത്? ഇതിനകത്തുനിന്ന് ചീകി എടുക്കത്തില്ലയോ അമ്മേ കറുകപ്പട്ട? അതോ മൂക്കണോ കുറച്ചുകൂടെ? അതോ മൂക്കണോ കുറച്ചുകൂടെ? അല്ലമ്മേ, ആവശ്യത്തിനുള്ളത് ഈ തടിയേന്ന് ഓരോരുത്തർ ചെത്തിയെടുക്കും. പട്ട ഉണങ്ങിയെടുക്കും. ആവശ്യത്തിന് ഉണക്കിയെടുക്കും. അന്നേരം മേപ്പോട്ടത് വളർന്നു പോകും. കുഴപ്പമില്ലല്ലോ. വെട്ടുമല്ലമ്മ, ഈ മൂത്ത തടിയില്ലയോ, അതിൽ നിന്ന് കണ്ടിച്ചെടുക്കും പട്ട. ആ,